ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചെറുപ്പകാലം നമ്മൾ നന്നായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെക്കാളും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുമല്ലേ. കാരണം ഇപ്പോഴത്തെ പിള്ളേരിനെ എവിടെയും പുറത്തിറക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും റാഷസ് വരും, അലർജിയാണ്, അതാണ് ഇതാണ്, വീഴും പൊട്ടും, എന്തൊക്കെ പേടിയാണല്ലേ. പക്ഷെ നമ്മളുടെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ടൈമാണല്ലേ. നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞാൽ, അതായത് പാടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ അവിടെ പോയി കളിക്കൽ, പിന്നെ മാങ്ങപ്പഴം വീഴുന്ന സീസൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ ടൈം അവിടെ ആയിരിക്കും. കാരണം മാങ്ങപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ മരത്തിൽ വലിഞ്ഞു കയറും. കുറേ വീഴ്ചയും അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളുടെ അച്ഛനമ്മമാർ എന്തായാലും ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ലായിരിക്കും. അതുമാത്രമല്ല സൈബാർ കളി, മീൻസ് ഹൈഡ് ആൻഡ് സീക്ക്, അങ്ങനത്തുള്ള കളികളും, പിന്നെ നമ്മളുടെ ഈ ചില്ലൊക്കെ വെച്ചിട്ട് പന്തെറിഞ്ഞിട്ടൊരു കളിയുണ്ടല്ലോ, ആ കളിയും ഒക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനൊരു മൊമെൻ്റാണ് എനിക്കിപ്പോൾ തിരിച്ച് കിട്ടിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ, നമുക്ക് മാങ്ങാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണല്ലോ. അപ്പം അപ്പുറത്തെ വീട്ടിൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം പോകണം, ഒരു 2-3 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ മാങ്ങ പെറുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ മാങ്ങ വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നതും ഓക്കെ. എന്തായാലും മരത്തിൽ വലിച്ച് കയറാൻ പറ്റില്ല, കാരണം കണ്ടുകാണല്ലോ വലിയ മരമാണ്. അതുകൊണ്ട് അവിടെ ഒരു കാറ്റ് വന്നാൽ ഇങ്ങനെ ചിലപ്പടേന്ന് മാങ്ങയൊക്കെ വീഴും കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, കൂട്ടിന് എൻ്റെ മോളും കൂടെ ഉണ്ട് കേട്ടോ മാങ്ങ പെറുക്കാനായിട്ട്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ പരിസരത്തുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ മാങ്ങ പെറുക്കും. കുറച്ച് പേരല്ല, കുറേ അധികം പേര് മാങ്ങ പെറുക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നല്ല രസമുള്ള മാങ്ങയാണ്. ജ്യൂസ് അടിക്കാനാണെന്നുണ്ടെങ്കിലും പിന്നെ കൂട്ടാൻ വയ്ക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല മാങ്ങ ആണ്. അപ്പോൾ നമ്മളിത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം സെക്കൻഡ് ഡേയും ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തപ്പോൾ എന്തായാലും ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് ഡേ ആയപ്പോൾ ഒരു ആൻറ്റിയും കൂടെ നമ്മളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ വീഴാത്ത ടൈമിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു പരിസരമൊക്കെ വീക്ഷിച്ച്, നല്ല രസമുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ നിറയെ റബ്ബർ തോട്ടവും, പിന്നെ അപ്പുറത്ത് വാഴൻ്റെ തോട്ടവും, അതിൽ ഇങ്ങനെ വെള്ളം ചീറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാങ്ങ വീണ് കേട്ടാൽ ഞങ്ങൾ വേഗം ഓടി വന്ന് മാങ്ങ പെറുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതുണ്ടോ ഇപ്പം തന്നെ കേട്ടോ, ഒരു കാറ്റ് വീശിയാൽ നമുക്ക് എത്ര മാങ്ങ കിട്ടി, 4-5 മാങ്ങ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഒരു ഭാഗത്ത് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കവറൊന്നും എടുത്തില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കതങ്ങ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ ഓൾറെഡി നമ്മളുടെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് അതേ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് രണ്ട് വിധമാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത്, പിന്നെ ആ ഒരു മാങ്ങ തൊലിയിലും ജ്യൂസ് അടിച്ച് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ജ്യൂസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുക. അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൽ കുറച്ച് പാലും ഐസ് കട്ടയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ മാങ്ങയുണ്ട്, പക്ഷേ അതായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് മാങ്ങ പെറുക്കി കൊണ്ടുവന്ന് ജ്യൂസ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗൈസ്. താങ്ക് യു.